ഡൈഫോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വവൽ ഒക്കുവർ കോൺസിക്വൻ്റ്ലി ഈച്ച് ബീയിങ് സെപ്പറേറ്റ്ലി പ്രൊണൗൺസ്ഡ്. രണ്ട് വവൽ നമ്മൾ ഒരുമിച്ച് എഴുതും, പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യും. അതിനെയാണ് ഡൈഫോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിയൽ എന്ന വാക്കെടുക്കുക. റിയൽ, ഈ റിയലിൽ എന്തൊക്കെയുണ്ട്? ഇ എന്നും എ എന്നും പറയുന്ന വവലുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണതിന് പകരം ഒറ്റ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ചിഹ്നം കൊണ്ട് നമ്മൾ അതിനെ എന്താണ് ഡൈഫോൺ എന്ന് പറയുന്നത്. ഈ ഒറ്റ ചിഹ്നം കൊണ്ട് നമ്മൾ അതിനെ റീപ്രസെൻ്റ് തന്നെയാണ് ഡൈഫോൺ എന്ന് പറയുന്നത്. അതേപോലെ ഇനി പിന്നെ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ജിയോഗ്രഫിയിൽ ഏതൊക്കെ വവൽ വരുന്നുണ്ട്? ഇയും എയും വരുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഈ ഒരു ഒറ്റ ചിഹ്നം കൊണ്ട് നമ്മൾ അതിനെ റീപ്രസെൻ്റ് ചെയ്യണതാണ് ഡൈഫോൺ എന്ന് പറയുന്നത്. ഇനി ഡൈഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡൈഫോൺ വന്നത്. ഡി എന്ന് പറഞ്ഞ ഡബിളും ഫോൺ എന്ന് പറഞ്ഞ സൗണ്ടും ആണെന്ന് മനസ്സിലായി. ഇനി ഡൈഫോൺ എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ ഡാഷ് വവലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഡാഷ് വവലിൻ്റെ ഒപ്പം വേറൊരു വവൽ വരികയാണെങ്കിൽ നമ്മൾ റീപ്രസെൻ്റ് ചെയ്യണത് ഈ ഒരു ചിഹ്നം വെച്ചിട്ടാണ്. ഡാഷ് വവലിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു ഡാഷ് വവലിൻ്റെ കാര്യമാണ്. ഡോട്ട് വവൽ വരുമ്പോൾ വേറെയാണ്. ഇത് ഡാഷ് വവലിൻ്റെ കാര്യമാണ്. ഇത് ഡോട്ട് വവലിൻ്റെ കാര്യമാണ്. ഈ ഡാഷ് വവൽ വരുമ്പോൾ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് വവൽ എന്നൊക്കെ പറയുന്നത് ഏതാണ്? എ. ഡോട്ട് വവൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അ, എ, ഇ ഒക്കെയാണ്. ഇനി ഈ വവൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് വവലായ ആടൊപ്പമാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്ലേസ് വവലിൻ്റെ ഒപ്പം പിന്നെ ഏത് വവൽ വന്നാലും ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? എബവ് ദി ലൈനിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സാഹിബ് എന്ന വാക്കിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വവൽ വരുന്നുണ്ട്? എ, ആയും ഇയും ആണ് വരുന്നത്. സാഹിബ് എന്നാണ്. അതിൽ ആയും ഇ ആണ് വരുന്നത്. അപ്പോൾ ആ എന്ന് പറഞ്ഞത് എന്ത് വവലാണ്? ഫസ്റ്റ് പ്ലേസ് വവലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസിലാണ് ആ വവൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പ്ലേസ് വവലായ എയും എയും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഏത് വവൽ വന്നാലും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? സെക്കൻഡ് പ്ലേസിലാണ്. ഇപ്പോൾ ലെയറിൽ ഏതൊക്കെയാണ്? എ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എ എന്നുള്ളത് ഏതാണ്? സെക്കൻഡ് പ്ലേസ് വവലാണ്. അപ്പോൾ വവൽ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? സെക്കൻഡ് പ്ലേസിലാണ്. ഇപ്പോൾ ലേറ്റി ഫസ്റ്റ് വവൽ ഏതാണ്? എ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. അപ്പോൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? സെക്കൻഡ് പ്ലേസിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി തേർഡ് പ്ലേസ് വവൽ എന്ന് പറഞ്ഞത് ഇയും ഇയും ആണ്. ഇനി ഇതിൻ്റെ കൂടെ ഏത് വവൽ വന്നാലും അത് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? തേർഡ് പ്ലേസിലാണ്. ഇപ്പോൾ റിയൽ എന്ന് പറയുമ്പോൾ ഇയും എയും ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഇയും സെക്കൻഡ് വരുന്നത് എയും ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഇ ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? തേർഡ് പ്ലേസിലാണ്. എന്ന് വെച്ചാൽ ത്രൂ ദ ലൈനിലേക്ക് വരും. അതേപോലെ റിയാലിറ്റി, അതേപോലെ തന്നെ ഇനി രണ്ട് എക്സ്റ്റെൻഡഡ് കേസ് ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് പിന്നെ ചില എക്സ്റ്റെൻഡഡ് കേസുകളുണ്ട്. അതിപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഇനി സെക്കൻഡ് പ്ലേസിൽ ഹെൽത്തിയർ എന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതണം. ഇനി അതേപോലെ തന്നെ ജൂനിയർ ഇങ്ങനെയാണ് ജൂനിയർ എഴുതുക. ഇനി ഡാഷ് വവലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഡാഷ് വവൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇതേപോലെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഡോട്ട് വവൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തത്? ഡോട്ട് വവൽ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺതി എഴുതില്ല, ഓൺതി ഇങ്ങനെയാണ് എഴുതുക. ഓൺതി ഇങ്ങനെയാണ് എഴുതുക. അതിന് പകരം കുറച്ചും കൂടി ഒന്ന് ചെരിച്ചിട്ട് എഴുതുക. അതാണ് ഡോട്ട് വവലിന്. ഇനി ഡാഷ് വവലിന് എങ്ങനെയാണ്? ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന വവൽ ഏതാണോ വവൽ മാർക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന വവൽ ഏതാണോ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലോയ് എന്ന് പറഞ്ഞത് AWൻ്റെ ശബ്ദമാണ് വരുന്നത്. ഫസ്റ്റ് AW പ്ലസ് ഇ ആണ് വരുന്നത്. അപ്പോൾ ഫ്ലോയ് എന്ന് പറഞ്ഞത് ഏത് വവലാണ്? ഫസ്റ്റ് പ്ലേസ് വവലാണ്. അതുകൊണ്ടാണ് അത് എബവ് ദി ലൈനിൽ വന്നത്. ഇനി സെക്കൻഡ് പ്ലേസ് വവലാണ് പോയിറ്റ് എന്ന് പറയുമ്പോൾ ഓയും ഇയും ആണ് വരുന്നത്. ഓ എന്ന് പറഞ്ഞത് ഏതാണ്? സെക്കൻഡ് പ്ലേസ് വവലാണ്.
അതപ്പോൾ എവിടെയാണ് വരേണ്ടത്? ഓൺ ദ ലൈനിൽ നമ്മൾ പോയിട്ട് എന്ന് എഴുതും. ഇനി തേർഡ് പ്ലേസ് വവലിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രൂവറി എന്നുള്ളത് ഏതാണ്? തേർഡ് പ്ലേസ് വവലാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്ന വവൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ബ്രൂവറി എന്ന് കൊടുക്കും. അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി കുറച്ച് എക്സ്റ്റെൻഡഡ് കേസുകളുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം.